ദൈവം തന്നെ മക്കളെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാനല്ല, മറിച്ച് അവരെ തന്നെ വെളിച്ചമാക്കി മാറ്റാനാണ്. ജീവിതത്തിൽ കഷ്ടതകളും പ്രതിസന്ധികളും ഇരുട്ടും ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്ന് നാം കരുതാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇരുട്ടിൽ മാത്രമേ ഒരു വിളക്കിന്റെ പ്രകാശം പൂർണ്ണമായി വെളിപ്പെടുകയുള്ളൂ. ദൈവത്തിന് പ്രകാരം പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. മത്തായി സുവിശേഷം 5-14 വാക്യം. ദൈവം നമ്മെ വെളിച്ചം കാണാൻ മാത്രമല്ല, മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറാനുമാണ് വിളിച്ചിരിക്കുന്നത്. നക്ഷത്രങ്ങളിൽ പ്രകാശിക്കാൻ ഇരുട്ട് ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങൾ നിങ്ങളിലെ നന്മയെ ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കാനുള്ള ദൈവത്തിന്റെ ഒരുക്കങ്ങളാണ്. മെഴുകുതിരി സ്വയം ഒരുങ്ങുമ്പോഴാണ് വെളിച്ചം നൽകുന്നത്. അതുപോലെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നതും നാം ലോകത്തിന് വെളിച്ചമായി മാറുന്നതും. നമ്മുടെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങൾ വെറും ഒരു കഷ്ടപ്പാടല്ല, മറിച്ച് നമ്മെ തേച്ച് മിനുക്കി തിളക്കമുള്ളതാക്കി മാറ്റാനുള്ള ദൈവത്തിന്റെ കരവിരുതാണ്. ഇരുട്ടിൽ പതറാതെ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ വഴിതെറ്റി ഉഴലുന്ന ആയിരങ്ങൾക്ക് വഴികാട്ടിയാകാൻ സാധിക്കൂ. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇരുട്ടാണെന്ന് കരുതി ഭയപ്പെടരുത്. ദൈവം നിങ്ങളെ ആ സാഹചര്യത്തിലൂടെ നടത്തുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ വലിയ പ്രകാശമാക്കി മാറ്റാനാണ്. ആ സാഹചര്യത്തിലും ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു വലിയ വെളിച്ചമായി മാറും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.